ശബരിമലയിലെ ആ മാറ്റത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. പുതുതായി പരിഷ്കരിച്ച രീതിയിൽ ദർശനത്തിന് സൗകര്യമൊരുക്കുകയാണ്. അതായത് 18-ാം പടിയിൽ നിന്ന് കയറി നേരെ ശ്രീകോവിലിൻ്റെ അങ്ങോട്ടേക്ക് നടന്നെത്താൻ കഴിയുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ തന്നെ വലിയ തിരക്ക്, 12,000-ഓളം പേർ ഓൺലൈനിലൂടെ മറ്റും വരി ആയി നിൽക്കാനെത്താൻ ബുക്ക് ചെയ്തിരുന്നു. 18-ാം പടി കയറി നേരെ പുതിയ രീതിയിൽ എങ്ങനെയാണ് ദർശന സൗകര്യമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വ്യക്തമാവുക. ബലിക്കലിന് ഇരുവശത്തൂടെയും ഭക്തർക്ക് ശ്രീകോവിലേക്ക് അതാണ്, അതായത് അവിടെ മുതൽ തന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാഗത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവർ വഴി കയറി വളഞ്ഞ് ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് എത്തുകയായിരുന്നു. അതുകൊണ്ട് നേരെ ശ്രീകോവിലിനോട് മുമ്പിലൂടെ നടന്നങ്ങ് പോകുന്ന ഒരു രീതിക്കായിരുന്നു ദർശനം. അതുകൊണ്ട് വളരെ കുറച്ച് സെക്കൻഡുകൾ, കൂടിപ്പോയാലൊരു 4 സെക്കൻഡോ മറ്റോ ദർശനം കിട്ടുന്ന, തിരക്കേറിയ സമയത്ത് അതുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പലപ്പോഴും ഇത്രയും വ്രതമെടുത്ത് ഇത്രയും കാഠിന്യമുള്ള യാത്രയൊക്കെ സഹിച്ചെത്തുന്ന ആളുകൾക്ക് ഒരു 2 സെക്കൻഡ് പോലും കൃത്യമായി ദർശനം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ക്രമീകരണം. പ്രശാന്ത് കൃഷ്ണ ശബരിമല ക്ഷേത്ര സന്നിധിയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് തുടരുന്നു. പ്രശാന്ത്, കാണുമ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ആളുകൾക്ക് നേരിട്ട് അത്രയും സമയം ദർശിക്കാനുള്ള ഒരു സൗകര്യം, അത് നല്ല മാറ്റം തന്നെയാണല്ലേ? ദിവിഷ്, അയ്യപ്പസ്വാമിയെ ദർശിച്ചുകൊണ്ടാണ് എനിക്ക് ഈ തത്സമയം നൽകാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്നത് കൊടിമരത്തിന് വശത്തു കൂടി അകത്ത് കയറുന്ന അയ്യപ്പ ഭക്തരെയാണ് ഈ കാണുന്നത്. അകത്തേക്ക് ഈ കവാടത്തിനകത്തേക്ക് കയറുന്നത് മുതൽ ഈ കടന്നു വരുന്ന ഓരോ അയ്യപ്പ ഭക്തനും അയ്യപ്പസ്വാമിയെ ഇവിടെ നിന്ന് സോപാനത്തിൽ ശ്രീകോവിലിനുള്ളിലേക്ക് അയ്യപ്പസ്വാമിയെ കണ്ടു വണങ്ങി പോകാൻ സാധിക്കുന്നു. നേരത്തെ ഒരു നോക്ക് കണ്ട് കടന്നു പോകാനായിരുന്നു സാധിച്ചിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു 20 സെക്കൻഡ് വരെ ഈ കൊടിമരത്തിൻ്റെ അടുത്തുള്ള ബലിക്കൽ മണ്ഡപത്തിലേക്ക് കയറുന്നത് മുതൽ അയ്യപ്പസ്വാമിയുടെ സോപാനത്തിലേക്ക് എത്തുന്നത് വരെ ഒരു 20 സെക്കൻഡ് നേരം അയ്യപ്പനെ കണ്ട് മതി വരുവോളം കണ്ട് തൊഴുത് മടങ്ങിപ്പോകാൻ, ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പോകാൻ സാധിക്കുന്നു. ഈ രീതിയിലാണ് ശബരിമലയിൽ പുതിയ ദർശന ക്രമീകരണം. ഇടയ്ക്ക് ഉള്ള ബാരിക്കേഡിനെ 2 വശത്ത് കൂടി നടുക്ക് കാണുന്നതാണ് ഒരു കാണിക്ക വഞ്ചി വെച്ച് തിരിച്ച് 2 ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നു. അതിൻ്റെ 2 വശത്ത് കൂടി അയ്യപ്പ ഭക്തരെ കടത്തിവിടുകയാണ്. ഇങ്ങനെ ഈ 2 വശത്ത് കൂടി അയ്യപ്പസ്വാമിയെ തൊഴാനായി അകത്തേക്ക് പോകുന്നവർക്കെല്ലാം ഒരുപോലെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് തന്നെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു. അതാണ് ഈ പുതിയ ദർശനക്രമത്തിൻ്റെ പ്രത്യേകതയും. അയ്യപ്പ ഭക്തർ ഏറെ ആഗ്രഹിച്ചിരുന്ന ശബരിമലയിൽ വന്ന് അവരാരെയാണോ കണ്ട് മതി വരുവോളം തൊഴാൻ ആഗ്രഹിച്ചത് അയ്യപ്പസ്വാമിയെ മതി വരുവോളം കണ്ട് തൊഴുത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പുതിയ ദർശന ക്രമീകരണമാണ്. ഏതായാലും ഈ ദർശന ക്രമീകരണം നടപ്പാക്കിയത് ദേവസ്വം ബോർഡ് നേതൃത്വത്തിൻ്റെ എല്ലാം സ്വരൂപിച്ചാണ്. തന്ത്രിയുടെയും പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളുടെ എല്ലാം അഭിപ്രായം ആരാഞ്ഞ്, സർക്കാരിൻ്റെ അടക്കമുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ആണ് ഈ പുതിയ ദർശന ക്രമീകരണം നടപ്പാക്കിയത്. നാളെയാണ് മീനമാസം 1-ാം തീയതി. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശബരിമല അയ്യപ്പസ്വാമിയുടെ നട തുറന്നത് മുതൽ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ മുഹൂർത്തത്തിൽ നട തുറന്നു. അപ്പോൾ മുതൽ ദർശനത്തിനുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 12,000 പേരാണ് ഇന്ന് ദർശനത്തിന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനം ഇന്നത്തെ ദർശന ക്രമീകരണത്തിലെ മാറ്റമാണ്. നേരത്തെ ഈ 18-ാം പടിക്ക് മുകളിലെത്തിയാൽ ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവർ ചുറ്റി ഈ ശ്രീകോവിലിൻ്റെ പിൻഭാഗത്ത് കൂടി ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് വന്നെത്തുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ 2 സെക്കൻഡെല്ലാം കാണാൻ അയ്യപ്പനെ കണ്ട് തൊഴാൻ കഴിഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം. പക്ഷേ അതുകൊണ്ട് തന്നെ പലർക്കും ചിലപ്പോഴെല്ലാം തിരക്കുള്ള സമയത്ത് പൂജയെല്ലാം നടക്കുമ്പോൾ ഒരു തിരക്കിനിടയിൽ ഒന്ന് കടന്നു പോകുമ്പോൾ അയ്യപ്പ ദർശനം അവർ ആഗ്രഹിച്ച രീതിയിൽ, അല്ലെങ്കിൽ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം കണ്ണിൽ പതിയുന്ന തരത്തിൽ അവർക്ക് കാണാനുള്ള അവസരം പോലും പലപ്പോഴും പലർക്കും ഉണ്ടാകാതെ പോകുന്നു. അപ്പോൾ ഈ പരാതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് നേതൃത്വം ഈ പുതിയ ദർശന രീതിയെക്കുറിച്ച് ചിന്തിച്ചത്. അതുപ്രകാരം ഇപ്പോൾ ഈ കാണുന്ന പ്ലാറ്റ്ഫോം ഇവിടെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. ആ പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി മരാമത്ത് പണികൾ ചെയ്ത് ഇളക്കി മാറ്റി പുതിയ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചു. ഈ പ്ലാറ്റ്ഫോം കൊടിമരച്ചോട്ടിൽ നിന്ന് അകത്തേക്ക് കയറുന്ന, അതായത് നമ്മൾ കാണുന്ന ഈ കവാടത്തിനകത്തേക്ക് കയറുന്നത് മുതൽ സോപാനത്തിൽ ഈ കാണിക്ക വഞ്ചി സ്ഥാപിച്ചിരിക്കുന്നത് വരെയുള്ള ഭാഗത്ത്
പുതിയ ബാരിക്കേഡ് സ്ഥാപിച്ച് രണ്ടായി തിരിച്ച് ഉള്ള ദർശന ക്രമീകരണം. ഏതായാലും ഏറെ ആഗ്രഹത്തോടെ അയ്യപ്പനെ കാണാനെത്തുന്നവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ കണ്ട് തൊഴുതും മടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ്. ഇതൊരു ട്രയലാണ്. ഇന്നിപ്പോൾ തുടങ്ങി ഈ മാസപൂജ, മീനമാസ പൂജയ്ക്ക് നട അടയ്ക്കുന്നത് വരെ ഈ രീതിയിൽ ദർശന ക്രമീകരണം തുടരും. അതിനുശേഷം ഏപ്രിൽ ആദ്യം വീണ്ടും ശബരിമല ഉത്സവത്തിനായി നട തുറക്കുന്നുണ്ട്. അപ്പോഴും ഈ രീതിയിൽ തന്നെ ദർശനം ക്രമീകരണം നടക്കും. ഏതായാലും ഏറ്റവും പ്രധാനം നമുക്കിവിടെ കണ്ടിറങ്ങിയവരോട് നമുക്ക് ചോദിക്കാം അവർക്ക് എത്രത്തോളം സുഖദർശനം ലഭിച്ചു എന്ന കാര്യമല്ല. ഏതായാലും അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഇവരുടെ മുഖങ്ങളിൽ തന്നെ പ്രധാനമായും നമുക്ക് കാണാം, അവർക്ക് ഏറെ നേരം കാണാൻ കഴിയുന്നു, കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അവർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ അയ്യപ്പസ്വാമിയെ തൊഴാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശബരിമലയിൽ തൊഴാനെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അവർക്ക് കഠിനമായ മലയെല്ലാം താണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പനെ കുറച്ചു നേരമെങ്കിലും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഏതാനും സെക്കൻഡുകൾ കൂടുതൽ തൊഴാൻ സാധിച്ചാൽ അത് തന്നെ വലിയ കാര്യം. മുൻകാലങ്ങളിലെല്ലാം ശരിയാണ്, വലിയ തിരക്കുള്ള സമയത്ത് പലപ്പോഴും ശബരിമലയിലെത്തുന്ന ഭക്തർ വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. കാരണം ഒരു സെക്കൻഡ് പോലും ഒരുപക്ഷെ കാണാൻ കഴിയാത്ത നിലയിൽ അത്ര തിരക്ക് വരുമ്പോൾ ആളുകളെ വേഗം തള്ളി വിടേണ്ട സ്ഥിതി ഉണ്ടാകാറുണ്ട്. അതിനൊരു മാറ്റം എന്നത് കുറേ കാലമായി പല കോണുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യമാണ്. അതാണിപ്പോൾ ദേവസ്വം ബോർഡ് പ്രാവർത്തികമാക്കുന്നത്.